ലൈംഗികാരോപണങ്ങൾക്ക് പിന്നാലെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് നടൻ മുകേഷ് MLA ഒഴിഞ്ഞേക്കുമെന്ന ഏറ്റവും വലിയ വാർത്തയാണ് ഈ നിമിഷം പുറത്തുവരുന്നത്. CPIM അത്തരത്തിലേക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന വിവരം. ഒപ്പം തന്നെ അമ്മ സംഘടനയുടെ കൂട്ടരാജിയിൽ വിയോജിപ്പുമായി ഇതിൽ അംഗങ്ങൾ തന്നെ ഒപ്പം എക്സിക്യൂട്ടീവ് അംഗങ്ങളൊക്കെ പലരും രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ള വലിയ വാർത്ത. അങ്ങനെ ഒട്ടേറെ വാർത്തകൾ സംഭവിക്കുന്ന മണിക്കൂറാണ്. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നത് വിശദമായി നമ്മൾ പരിശോധിക്കുകയാണ്. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം. ലൈംഗികാരോപണങ്ങൾക്ക് പിന്നാലെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് നടൻ മുകേഷ് MLA ഒഴിയും. രാജിവെക്കാൻ CPIM മുകേഷിന് നിർദ്ദേശം നൽകി. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. കൊല്ലത്തെ ഓഫീസിലേക്ക് ഇന്ന് വിവിധ സംഘടനകൾ മാർച്ച് നടത്തും. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറി നിൽക്കുന്നത് മുകേഷ് സ്വയം തീരുമാനിക്കട്ടെ എന്ന് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി N. കരുൺ പറഞ്ഞു. എനിക്കിപ്പം ഒരു നിർദ്ദേശം കിട്ടേണ്ടത് സർക്കാരിൽ നിന്നാണ്. അപ്പോൾ അത് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഒരു തീരുമാനമെടുക്കും. പ്രത്യേകിച്ച് മുകേഷ് അവിടെ വേണോ അതോ വേറൊരു വ്യക്തി വേണോ എന്നുള്ളത്. ഇപ്പം 10 അംഗങ്ങളുള്ള ഒരു സമിതിയാണിത്. അതിൽ ചിലരൊക്കെ നേരത്തെ തന്നെ റിസൈൻ ചെയ്യുകയും ചെയ്തു. ഉദാഹരണമായിട്ട് രാജീവ് പറഞ്ഞു പുള്ളിക്കാരന് തിരക്കാണ്. അതുപോലെ മഞ്ജു വാര്യർ പറഞ്ഞ് തിരക്കാണെന്ന്. അങ്ങനെ 2 പേരും മാറിപ്പോയി. ഇല്ല, അവർക്കറിയാം, അവർക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസം എനിക്കത് കിട്ടും എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. ശ്യാംകുമാർ വിശദാംശങ്ങളുമായി. ശ്യാം, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അഭ്യൂഹമുണ്ടായിരുന്നു ഇത്തരത്തിലേക്ക് അദ്ദേഹം മാറി നിന്നേക്കും, ഒഴിഞ്ഞേക്കും എന്നുള്ളത്. ഇപ്പോൾ സർക്കാർ അല്ലെങ്കിൽ പാർട്ടി അത്തരത്തിലേക്ക് കൃത്യമായ നിർദ്ദേശം മുകേഷിന് നൽകിയിട്ടുണ്ടോ എന്നതാണോ അറിയാൻ കഴിഞ്ഞത്? അനുജ, CPIM നേരിട്ട് അതിൻ്റെ നേതൃത്വം വഴി മുകേഷിനെ അറിയിച്ചിരിക്കുന്നത് സിനിമാ നയരൂപീകരണ സമിതിയിൽ ഉള്ള അംഗത്വം രാജിവെക്കണം, ആരോപണം ഉയർന്നതിൻ്റെ പിന്നാലെ എന്നുള്ളതാണ്. അതായത് മുകേഷ് രാജിവെച്ച് തീരുമാനം പാർട്ടിയെ അറിയിക്കണം. അല്ലാത്ത പക്ഷം പാർട്ടി നിർദ്ദേശം നൽകുകയും സർക്കാർ ഈ സമിതിയിൽ നിന്ന് മുകേഷിനെ പുറത്താക്കാൻ ഇടപെടൽ നടത്തുകയും ചെയ്യുമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി മുകേഷിനോട് വെച്ചിട്ടുണ്ട്. ഇന്നലെ കൊല്ലത്ത് CPIMൻ്റെ ജില്ലാ നേതൃത്വ യോഗങ്ങൾ കഴിഞ്ഞ ശേഷം കടുത്ത വിമർശനം മുകേഷിനെതിരെ ഉയർന്നിരുന്നു. പ്രാദേശിക തലത്തിൽ പോലും മുകേഷിന് പിന്തുണ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. മുകേഷ് മൂലം CPIM പ്രതിരോധത്തിലാകേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു നിലപാടാണ് CPIMൻ്റെ നേതൃത്വത്തിന് മുന്നിൽ ഒരു വിഭാഗം നേതാക്കൾ തന്നെ വെച്ചത്. MLA സ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട പാർട്ടിക്ക് ഇപ്പോൾ തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ നയരൂപീകരണ സമിതിയിൽ മുകേഷ് തുടരുന്നത് തെറ്റായ സന്ദേശം നൽകും. പ്രത്യേകിച്ച് കോൺക്ലേവ് ഉൾപ്പെടെ സർക്കാർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ നയരൂപീകരണ സമിതിയുടെ നേതൃത്വത്തിലാണ്. അത്തരമൊരു സമിതിയിൽ ലൈംഗിക പീഡന ആരോപണ പരാതി നേരിട്ട ഒരാൾ തന്നെ ഇരിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നത് സർക്കാരിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കും. അങ്ങനെ പ്രതിപക്ഷത്തിനും പൊതുസമൂഹത്തിനും മുന്നിൽ ആരോപണ വിധേയനായി സർക്കാർ മാറുന്നത് അംഗീകരിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ മുകേഷ് രാജിവെക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഉയർന്നത്. ഈ ആവശ്യം ഇന്നലെ തന്നെ മുകേഷിനെ അറിയിച്ചിട്ടുണ്ട്. തീരുമാനമെടുത്ത് പാർട്ടിയെ അറിയിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഷാജി N. കരുൺ പറഞ്ഞ പോലെ അവസാന തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത് എന്ന് പറയുന്നത്. അവസാന തീരുമാനം സർക്കാരിനെ മുകേഷ് അറിയിക്കുകയാണ് വേണ്ടത്. അത് അറിയിച്ച ശേഷം മുകേഷ് രാജി തീരുമാനം സന്നദ്ധത അറിയിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും മുകേഷ് വലിയ കുരുക്കിലേക്ക് പോകുന്നു. ആ ആരോപണങ്ങളുടെ പാപഭാരം എടുത്ത് തലയിൽ വെക്കേണ്ട എന്ന് CPIM-ഉം സർക്കാരും തീരുമാനിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്യാം, അങ്ങനെയെങ്കിൽ ഇത് ഉടനെ തന്നെ തീരുമാനം അറിയിക്കണമെന്ന് പറയുമ്പോൾ അതിൽ ആ തീരുമാനം ഇന്ന് തന്നെ അധികം വൈകാതെ ഉണ്ടാകുമെന്നാണോ നമ്മൾ കരുതുന്നത്? അങ്ങനെയെങ്കിൽ ഇതിന് പകരം ഒരു അംഗം എന്ന തരത്തിലേക്കൊക്കെയുള്ള ചർച്ചകൾ ഇനിയിപ്പോൾ നടക്കേണ്ടതുമല്ലേ? അനുജ, നിലവിൽ തന്നെ 10 അംഗ സമിതി രൂപീകരിച്ച 2023 സാംസ്കാരിക വകുപ്പ് മന്ത്രി അധ്യക്ഷനായിക്കൊണ്ട് രൂപീകരിച്ച ഈ സമിതിയിൽ നിലവിൽ തന്നെ മഞ്ജു വാര്യറും രാജീവ് രവിയും രാജിവെച്ചതോടെ 8 അംഗങ്ങൾ മാത്രമാണുള്ളത്. സാംസ്കാരിക സെക്രട്ടറി മാത്രമാണ് ഈ സമിതിയിൽ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ അല്ലാതെയുള്ളത്. അതുകൊണ്ട് തന്നെ 8 അംഗ സമിതിയാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ മുകേഷിനെ മാറ്റിയാൽ പകരം ഒരു അംഗത്തെ നിയമിക്കേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല. പക്ഷേ അത് സർക്കാരിൻ്റെ തീരുമാനമാണ്. 3 അംഗങ്ങൾ ഒഴിയുമ്പോൾ ഏതായാലും മുകേഷ് രാജിവെച്ച് ഒഴിയണം. പ്രത്യേകിച്ച് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പൊതുസമൂഹം ചർച്ച ചെയ്യുകയും സർക്കാർ പ്രതിസന്ധിയിലാകുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഒരു ആരോപണ വിധേയൻ ഇത്തരത്തിൽ ഈ സമിതിയിൽ തുടരാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കോൺക്ലേവ് നവംബറിൽ നടത്തുമെന്ന് സർക്കാർ പറയുമ്പോൾ ആ കോൺക്ലേവിന് നേതൃത്വം നൽകേണ്ട സമിതിയിൽ ഒരു ആരോപണ വിധേയൻ തുടരാൻ സാധിക്കില്ല എന്നതാണ് ഇടത് സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചത്. ആ നിലപാടിനൊപ്പം സംസ്ഥാന നേതൃത്വം കൂടി അനുകൂലമായി രംഗത്തെത്തുകയും അങ്ങനെയാണ് മുകേഷിനോട് രാജിവെച്ചൊഴിയാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും മുകേഷ് രാജിവെച്ചില്ലെങ്കിൽ സർക്കാർ കടുത്ത നടപടികളിലേക്ക് പോകും. അത്തരം നടപടികൾ ഉണ്ടാകുന്ന മുമ്പ് തന്നെ മുകേഷ് സ്ഥാനമൊഴിയും എന്നുള്ള ഒരു സൂചന കൂടിയാണ് വരുന്നത്. ഏതായാലും ഇക്കാര്യം നേരിട്ട് തന്നെ സംസ്ഥാന നേതൃത്വം തന്നെയാണ് മുകേഷിനെ അറിയിച്ചിരിക്കുകയും ചെയ്യുന്നത്.
സർക്കാർ രൂപീകരിച്ച സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് എം മുകേഷിനോട് ഒഴിയാൻ CPIM നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. ഇന്ന് തന്നെ ഈ തീരുമാനം അറിയിക്കണം, തീരുമാനം കൈക്കൊള്ളണം എന്നുള്ളതാണ് നിർദ്ദേശം. ഇതിൽ 3 അംഗങ്ങളാണ് നിലവിൽ രാജിവെച്ചിട്ടുള്ളത്. തുടക്കത്തിൽ തന്നെ ഈ സമിതി രൂപീകരണ സമയത്ത് തന്നെ മഞ്ജു വാര്യരും രാജീവ് രവിയും ചില തിരക്കുകൾ ചൂണ്ടിക്കാട്ടി ഈ സമിതിയിൽ നിന്ന് ഒഴിഞ്ഞിരുന്നു.